വചനമൊഴി ജൂലൈ 30. വചനഭാഗം 1 തിമോത്തി 6:11-16, യോഹന്നാന്റെ സുവിശേഷം 10:22-28. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജെറുസലേമിൽ അപ്പോൾ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലവുമായിരുന്നു. ഈശോ ദൈവാലയത്തിലെ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന് ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ മിശിഹായാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. ഈശോ പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് ഈശോയുടെ പ്രവൃത്തികളാണ് അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നത്. ഈശോ ചെയ്ത പ്രവൃത്തികളെല്ലാം അവിടുന്ന് മിശിഹായാണ് എന്ന് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. ആ മിശിഹായെ തിരിച്ചറിയണമെങ്കിൽ അവിടുത്തെ സ്വരം ശ്രവിക്കുന്നവരായി മാറുക, അവിടുത്തെ വചനം ശ്രവിക്കുന്നവരായി മാറുക. വചനം ശ്രവിക്കുന്നില്ല എങ്കിൽ അവിടുത്തെ തിരിച്ചറിയാൻ പറ്റുകയില്ല. വചനം ശ്രവിക്കുന്നവർക്ക് അവിടുത്തെ തിരിച്ചറിയുവാനും അവിടുത്തെ അനുഗമിക്കുവാനും സാധിക്കുന്നു. അപ്രകാരം മിശിഹായെ അനുഗമിക്കുന്നവർക്ക് നിത്യജീവനുണ്ടാകും, അവർ ഒരിക്കലും നശിക്കുകയില്ല എന്ന ഈശോ പറയുന്നത്. ഈശോയുടെ പ്രവൃത്തികളിൽ കണ്ട് അവയ്ക്ക് സാക്ഷ്യം നൽകി എഴുതപ്പെട്ടതാണ് വിശുദ്ധ സുവിശേഷം. വിശുദ്ധ സുവിശേഷത്തിലൂടെ ഈശോയുടെ സ്വരം ശ്രവിക്കുന്നതിനും അവിടുത്തെ അനുഗമിക്കുന്നതിനും അങ്ങനെ നിത്യജീവൻ കരസ്ഥമാക്കുന്നതിനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം 20:31 പറയുന്നത്, ഇവയ്ക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിശിഹ ആണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. മിശിഹായുടെ വചനങ്ങൾ ശ്രവിച്ച് അവിടുത്തെ അനുഗമിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ യോഗ്യതയുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.